നമ്മുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. 40,000 രൂപയ്ക്ക് ഹോങ്കോങ്ങിൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്ന ഒരു കുടിസ് മുറി കിട്ടും. See in the luggage, okay. Okay. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. Yes, you're traveling to Hong Kong? I'm traveling to Hong Kong. You're from? China. 你好吗？你要去哪里？你要去哪里？我要去香港啊。OK。我喜欢中国。你喜欢中国？对啊。你之前去过吗？ Oh no, I only know small Chinese. Okay. You been China before? Yes, 2 times. 2 times? Yeah. Okay, where? In Kunming, in Chongqing, Yuan, Xinjiang, Wow. Beijing, then Yunnan, Xi'an. Wow, you Almost everywhere, went to many places. Yeah. I went to More like than 2 times. More than me. Yeah. ഞാനങ്ങനെ എയർപോർട്ടിലിരിക്കുവാണ്. ഞാനങ്ങനെ ഡൽഹിയിൽ നിന്ന് ഞാൻ ഹോങ്കോങ്ങിലോട്ട് പോവാണ്. ഡൽഹിയിൽ നിന്ന് ഹോങ്കോങ്ങിലോട്ട് പോവാണ്. ഞാനിവിടെ എയർപോർട്ടിൽ ബോർഡിംഗ് ഗേറ്റിൽ ഇരിക്കുവാണ്. അപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചു. ഇന്ത്യൻ പൈസ ഉണ്ടായി തരാൻ പറഞ്ഞു. എന്നിട്ട് ഹോങ്കോങ്ങിൽ പോയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ കണ്ടത്. ഞാൻ ഹോങ്കോങ്ങിലോട്ട് എങ്ങനെ പോകണം എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇടാൻ വേണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഫ്ലൈറ്റിലോട്ട് ഓടിപ്പോകുന്നു. അപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ നാഷണൽസിന് ആക്ച്വലി ചൈനയിലോട്ട് പോകാൻ വിസ വേണം. മക്കാവിലോട്ടും ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് വിസ വേണ്ട. അത് വേറെ രാജ്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ ചൈന പറയുന്നു ചൈനയുടെ കീഴിലാണെന്ന്. അത് മറ്റൊരു പ്രൊവിൻസ് ആയിട്ടാണ് ചൈന പറയുന്നത്. അപ്പോൾ PAR, അതായത് ഒരു പ്രീ അറൈവൽ ഒരു ഫോം ഉണ്ട്. അത് ഹോങ്കോങ് ഇമിഗ്രേഷൻ എന്ന് ഗൂഗിളിൽ അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലിങ്ക് വരും. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് അത് പ്രിൻ്റ് എടുക്കുക. അത് പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കണം. പിന്നെ റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം. റിട്ടേൺ ടിക്കറ്റ് ഒറിജിനൽ ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഡമ്മി ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഹോങ്കോങ്ങിലോട്ട് പോകാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ. വേറൊരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറും. 5-5.5 മണിക്കൂർ ദൂരമുണ്ട് കേട്ടോ. അത്രയും ദൂരമുണ്ട്. എനിക്ക് നല്ല വിശപ്പുമുണ്ട്. എനിക്ക് മീലൊന്നും ഇല്ലെന്നാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ ബോർഡിങ് കഴിഞ്ഞു. പിന്നെ നേരെ പോകുന്നത് വിമാനത്താവളമല്ല, വിമാനത്തിനുള്ളിലോട്ടാണ്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ എയർലൈനാണ് കേട്ടോ കിടക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ രാജ്യം നേപ്പാൾ കഴിഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ രാജ്യം ഉസ്ബെക്കിസ്ഥാനാണ്. പിന്നെ അവിടെ നിന്നാണ് ഞാനിങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പോയത്. നമ്മുടെ ഫ്ലൈറ്റ് ഓടിക്കുന്ന ആളിരിക്കുന്ന കോക്പിറ്റാണ് ഈ ഭാഗം. നമ്മുടെ ഹോങ്കോങ്ങിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് മുഴുവൻ ആളുകളാണ് കേട്ടോ. മാത്രമല്ല, ഞാൻ ചെന്നൈയിൽ നിന്ന് ഡൽഹി വന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് മുഴുവനായിരുന്നു. ഇപ്പം തന്നെ അതുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഈ കാണുന്ന 23A ആണ് കേട്ടോ എൻ്റെ സീറ്റ് വരുന്നത്. അവിടെ എല്ലാം ഫുള്ളാണ്. അങ്ങനെ 5-5.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഹോങ്കോങ്ങിൽ എത്തുന്നതാണ്. ഞാൻ ബിങ്ങിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ എൻ്റെ സീറ്റ്. ഇതാണ്ട് ഇവിടെ പുകയൊക്കെ പറന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതെടുക്കുമ്പോൾ ക്യാമറ ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ആവുന്നില്ല. എന്തോ കണ്ടോ, ഒരു ഷെയ്ഡ് വന്ന് വീഴുന്നുണ്ടോ ഈ ക്യാമറയിൽ. അതെന്താണെന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ. അവസാനം നമ്മുടെ ചൈനയുടെ മുകളിലൂടെയാണ് പറക്കുന്നത്. നമ്മളിനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഹോങ്കോങ്ങിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ അവരെന്തോ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ലാൻഡിങ്ങിന് വേണ്ടി എന്തോ സ്പ്രേ ചെയ്യുന്നുണ്ട്. നമ്മുടെ WHO പ്രകാരം അത് ഉള്ള എന്തോ ഒരു സ്പ്രേ ആണ്. അതെന്തിനാണെന്ന് എനിക്കും കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് അവർ ഫുള്ളായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. എന്ത് കറക്റ്റ് സംഭവമായിട്ടാണ് അവരെന്തോ സ്പ്രേ അടയ്ക്കുന്നതാണ് കേട്ടോ. അത് എന്തിൻ്റെ സ്പ്രേ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തോ WHO പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസിലുള്ളതാണെന്ന് പറഞ്ഞു ലാൻഡിങ്ങിന് വേണ്ടി. അതെനിക്ക് ഇതുവരെയായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോങ്കോങ്ങിലോട്ട് പോവാണ്. സൂപ്പർ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് കറക്റ്റ് ഞാൻ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഇതുകൊണ്ട് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്യണം. നമ്മുടെ മക്കാവ് പാസ് ചെയ്ത് ചൈന മെയിൻ ലാൻഡിൽ നിന്ന് ഇറങ്ങി തന്റെ ഹോങ്കോങ്ങിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ അങ്ങ് ദൂരമായിട്ട് കാണുന്നത് നമ്മുടെ ഹോങ്കോങ് സിറ്റിയാണ്.
ഹോങ്കോങ് സിറ്റിയെ നമ്മൾ ചുറ്റിയാണ് കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അങ്ങ് കാണാൻ കഴിയും നമ്മുടെ ഹോങ്കോങ് സിറ്റി കേട്ടോ. നമ്മുടെ വിമാനം ഹോങ്കോങ്ങിനെ ചുറ്റി ഹോങ്കോങ് വിമാനത്താവളത്തിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളം. ധാരാളം വിമാനങ്ങൾ അവിടെ നമുക്ക് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ കാണുന്നത് ഒരു ഐലൻഡിലാണ് കേട്ടോ ഈ ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഫൈനലി നമ്മളങ്ങനെ ഹോങ്കോങ്ങിൽ ലാൻഡ് ചെയ്തു. ഇൻഡിഗോ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. നേരെ പോകുന്നത് എമിഗ്രേഷനിലോട്ടാണ്. നമ്മുടെ ടെർമിനലിലോട്ട് അടുപ്പിക്കുകയാണ്. നമ്മുടെ എയർ ചൈനയാണ് അവിടെ കിടക്കുന്നത്. അവസാനം തന്നെ യൂറോപ്പിൽ നിന്ന് ഡിനേ ചെയ്ത ഫ്ലൈറ്റ് ആണ് കേട്ടോ നമ്മുടെ എയർ ചൈന. ആ കാണുന്നത് നമ്മുടെ ജപ്പാൻ എയർലൈൻ ആണ്. പിന്നെ ഇത് നമ്മുടെ സിംഗപ്പൂറിന്റെ എയർലൈൻ ആണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് നമ്മുടെ ഇന്ത്യയുടെ എയർലൈൻ ആയിട്ടുള്ള നമ്മുടെ ഇൻഡിഗോ. ഈ കാണുന്നതാണ് നമ്മുടെ ഹോങ്കോങ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൻ്റെ ഉൾഭാഗത്ത്. ഇങ്ങോട്ട് ട്രാൻസ്ഫർ എനിക്ക് പോവേണ്ടത് എമിഗ്രേഷൻ ഭാഗത്തോട്ടാണ്. നേരെയാണ്. ഇവിടെ അവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ കാൻഡോണീസ് ഭാഷയാണ് കേട്ടോ. കാൻഡോണീസാണ് ഇവിടെ ഹോങ്കോങ്ങിലോട്ട് സംസാരിക്കുന്നത്. ഇവിടെ ഓരോ ഭാഗത്തായിട്ട് ഇമിഗ്രേഷന് അങ്ങോട്ട് മെയിൻലാൻഡ് മക്കാവോക്ക് പോകുന്ന വഴി. ഇവർ മെയിൻലാൻഡ് എന്നാണ് പറയുന്നത്. ചൈനയെ പറയുന്നത് മറ്റൊരു രാജ്യമല്ല, മെയിൻലാൻഡ്. കാരണം ഇത് പ്രൊവിൻസ് ആണല്ലോ, ചൈനയുടെ പ്രൊവിൻസ് ആയിട്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് മെയിൻലാൻഡ് എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഇനി എമിഗ്രേഷൻ കൗണ്ടർ നേരെയാണ് പോകുന്നത്. ഫൈനലി നമ്മുടെ പ്രീ അറൈവൽ ഫോം ഞാൻ വീട്ടിൽ കൊടുത്തു. എൻ്റെ ബാഗ് വന്നിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് ഡൽഹി വഴി എൻ്റെ ബാഗ് താണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടാ വാ 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 കുറേ നേരമായല്ലോ എൻ്റെ ബാഗ്. എൻ്റെ എമ്മിക്കുട്ടി എനിക്ക് വാങ്ങിച്ചു തന്ന ബാഗാണ് ഈ കാണുന്നത്. എമ്മിക്കുട്ടി ആരാണെന്ന് പറയണ്ടല്ലോ. ആ എമ്മിക്കുട്ടി എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽപ്പുണ്ട്. ഹോങ്കോങ് എയർപോർട്ടിൽ 1-2 മണിക്കൂറായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഓ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എമ്മിക്കുട്ടിയെ കാണാൻ വേണ്ടി. നമ്മൾ ഭയങ്കര ബോണ്ടുണ്ട് കേട്ടോ. ഭയങ്കര ബോണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്ക് കണക്ഷനുള്ള 2 പേരാണ് ഞാനും എമ്മിക്കുട്ടിയും. അപ്പോൾ ഞാൻ എമ്മിക്കുട്ടിയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. എമ്മിക്കുട്ടിയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു. എമ്മിക്കുട്ടി കുറേ നാളായിട്ട് എന്നെ കാത്തിരിക്കുകയായിരുന്നു. ചൈനയിൽ പോകാൻ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പോയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഹോങ്കോങ് വന്നപ്പോൾ എമ്മിക്കുട്ടി വന്നു. എമ്മിക്കുട്ടിയുടെ അമ്മയും എന്നെ കാത്ത് വന്നതാണ്. പക്ഷേ ഇന്നലെ എന്തോ അർജൻറ്റായിട്ട് അവരുടെ കുടുംബത്തിൽ ആരോ ഒരാൾക്ക് എന്തോ വയ്യാതായി. അമ്മ പിന്നെ ഹോങ്കോങ്ങിൽ നിന്ന് ചൈന പോയി. അപ്പോൾ അമ്മ മാത്രം ഇല്ല, എമ്മിക്കുട്ടി മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ കമ്പനിക്ക് ഒരാൾ. ഡു യു വാണ്ട് ടു സേ ഹായ്? What's your name? My name is Manyata. Manyata. What are you doing, Manyata? I'm a medical student. Okay. Great. Nice to meet you. Same Welcome to to you. Hong Kong. Same to you. Okay. See you soon. Yeah. ഞാൻ വാഷ്റൂമിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഹോങ്കോങ്ങിലെ വാഷ്റൂം. ഓ എൻ്റെ അമ്മ, എന്തൊരു ക്ലീനാണിത്. എൻ്റെ അമ്മ, ഇതിൻ്റെ അകത്ത് കയറിയ ട്രോമ വരും കേട്ടോ. ഫുള്ള് വെള്ളം. ക്ലീൻനെസ് കണ്ടിട്ട് അതിൻ്റെ ട്രോമ വരും. ഇതിൻ്റെ ഇടയിൽ ഞാൻ എമിഗ്രേഷനിൽ പോയപ്പോൾ ഒരു അബദ്ധം പറ്റി കേട്ടോ. അതായത് നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വർഷം മാറിപ്പോയി. 2025 പകരം 2024 എന്നാക്കി. അങ്ങനെ അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വീണ്ടും വേറൊരു എയർലൈൻ്റെ സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ട് നമ്മളെ വീണ്ടും മൊബൈലിൽ ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ തന്നെ പ്രിൻ്റ് എടുത്ത കാര്യം കേട്ടോ. നമ്മൾ ഹാർഡ് കോപ്പി നമ്മൾ കയ്യിൽ കൊണ്ടുവരണം. എന്നിട്ട് അത് എമിഗ്രേഷനിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് കൊടുക്കണം. അതാണ് പ്രൊസീജിയർ. പുള്ളി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. പുള്ളി നമുക്ക് ഇനി പ്രിൻ്റ് എടുത്ത് തരും. ഓൾറെഡി കുറേ ലേറ്റായി. നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ പുറം ഭാഗത്തോട്ട് ഇറങ്ങുവാണ്. ഇതാ ഇവിടെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ്, സിറ്റിയിലോട്ട് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ്. ഇവിടെ കുറേ ഇന്ത്യക്കാരൊക്കെ ഉണ്ട് ധാരാളം. അവിടെ എയർപോർട്ട് എക്സ്പ്രസ്
സെൽഫ് സർവീസ് ടിക്കറ്റിംഗ് സംവിധാനം. പിന്നെ ഇവിടെ നമുക്കൊരു ടൂറിസ്റ്റിക് ഇൻഫർമേഷൻ സെൻ്ററാണ്. നമുക്ക് എന്തെങ്കിലും ബ്രോഷർ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. നമ്മുടെ എമ്മിക്കുട്ടി എവിടെയാണെന്ന്, എമ്മിക്കുട്ടി ഇവിടെ എവിടെയെങ്കിലും കാണും, പുറത്ത് എവിടെയെങ്കിലും കാണും. നോട്ടെ. Is your friend? I met, I told her to make a video for me. Thank you so much. Sorry, she was just hiding here. She was just hiding here. No, it's okay. And your name? Manya. Okay, Manya. Vanessa. Call me Manu, that's it. Manu, Manu, it's fine, yeah. Okay. So, do you need some help? no, I'll do it myself. Okay. Thank you. No. No. Okay, see you. It's got into some same issues. Okay, bye. Take care. Okay, thank you so much. Yeah. Yeah. Ni hao ma. Okay. How are you? What happened? Because like some form it's some mistake, so I need I to know, mistake. it's okay, so I need to put it again, Okay. Yeah. How are you? Very happy. Every kutti? I'm Abikuti. After a long time, how are you? Yeah, very. What? You know? You know? What do you know? What do you know? I don't know. You know, I want to say very more. Very more. Yeah. You know. Yes. യെസ്, അങ്ങനെ എമ്മിക്കുട്ടിയെ കണ്ടിരിക്കുകയാണ്. ഇനി അടുത്തുള്ള പ്ലാനുകൾ എന്താന്ന് നോക്കട്ടെ. ഭയങ്കര ഹാപ്പിയാണ്. സോ യുവർ മം വെന്റ് യെസ്റ്റർഡേ Yeah. ടു ചൈന മെയിൻലാൻഡ്. Mainland. അവളുടെ അമ്മ ഇന്നലെയാണ് കേട്ടോ പോയത്. മിസ്സായി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോങ്കോങ് ഇൻ്റർനാഷണൽ വിമാനത്താവളം. അത്രയ്ക്ക് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ധാരാളം ഒരു വലിയ തിരക്കേറിയ ബിസിനസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് നമ്മുടെ ഈ ഒരു ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. എമ്മിക്കുട്ടി, ഐ ആം സൂപ്പർ ഹാപ്പി. Yeah, let's go. ഭയങ്കര സന്തോഷം കേട്ടോ. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? ഇവിടെ 20th ആനിവേഴ്സറി ദ മോസ്റ്റ് മാജിക്കൽ പാർട്ടി ഓഫ് ഏഷ്യയല്ല ഓഫ് ഓൾ. ഇതെന്തോ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ്. ഇവിടെ എല്ലായിടത്തും ഓരോ സംഭവങ്ങളുണ്ടല്ലോ. ഇതെന്താ? ഓ, ഹോങ്കോങ് എയർപോർട്ട് റിവാർഡ്സ്.等一下的香港机场的软件，现在买100 What is that? keychain. So free? Yes. Okay. You need You need Yes. to download. Help us to promote the promotion. Yes, sure. Yes. Thank you. You want a coffee? Noodles? Noodles. Okay. Thank you. ഇത് നമുക്ക് Download the Hong Kong Airport apps. ഓക്കെ, 下载那个 നമുക്ക് വെറുതെ ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ഇത് അവരുടെ ഹോങ്കോങ് എയർപോർട്ടിനെ എന്തോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. നമുക്കൊരു കീച്ചെയിൻ അവർ ഫ്രീ ആയിട്ട് തന്നു. ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ തായ്വാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ജപ്പാനിലൊക്കെ പോവുകയാണെങ്കിലോ പല രാജ്യങ്ങളിൽ ഇതുപോലത്തെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ കുറേ ഇതുപോലത്തെ റിവാർഡ്സ് സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് യാത്രയ്ക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും. ഓസിന് കുറേ സംഭവങ്ങൾ കിട്ടും. ഇവിടെ ഒരു വിമാനത്തിൻ്റെ ഒരു സംഭവം പോലത്തെ ഒരു ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് വേറൊരു എക്സിറ്റാണ് ഈ കാണുന്നത്. cost only one. ഓക്കെ. നമ്മൾ അവസാനം ഹോട്ടൽ ബുക്ക് ചെയ്തു. എമ്മിക്കുട്ടി, so expensive. Yeah, so expensive. I'm pregnant. Yeah, I'm so sad because of you. Let's go. നമ്മള് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു കേട്ടോ. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാനും ഓക്കെ പറഞ്ഞു, ഇത് കുഴപ്പമില്ല. വില വന്നപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. ഒരു രാത്രി ഇവിടെ ഹോട്ടലിന് സ്റ്റേ ചെയ്യുന്നതിൻ്റെ വില 20,000 രൂപയാണ്. I am headache because hotel money. Yeah. I can go home. I return this. I don't need a hotel. My home near Hong Kong. അവൾ പറയുന്നു ഞാൻ ചൈനയിൽ പോവാണെന്ന്. കളിക്കാറുണ്ടാണ് കേട്ടോ. ഞാൻ ചൈനയിൽ പോവാണെന്ന്, എനിക്കിവിടെ നിൽക്കട്ട, ഇവിടെ ഹോട്ടൽ വില കൂടുതലാണെന്ന് കേട്ടോ. ഒരു രാത്രിക്ക് 20,000 രൂപ. ഓ,
2 രാത്രിക്ക് ബുക്ക് ചെയ്തു 40,000 രൂപ. തല ഇറങ്ങുന്നു. 40,000 ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. ഇനി എന്തായാലും പോട്ടെ. ഹോങ്കോങ് ഈസ് വെരി എക്സ്പെൻസീവ് കൺട്രി. എനിക്ക് ഇനി ഇവിടെ നിന്ന് വേണം ചൈനീസ് വിസ അപ്ലൈ ചെയ്യാൻ. അത് ഒരു 3 ദിവസമോ 4 ദിവസമോ എടുക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. നാട്ടിൽ നിന്നാൽ ഒരു ദിവസം എത്ര രൂപ പോകും? ഹോട്ടലിന് കൂടി പോയാൽ 1000. നാട്ടിൽ എല്ലായിടത്തും ഫ്രണ്ട്സ് ഉണ്ട്, ഡൽഹിയിലൊക്കെ. പിന്നെ അയ്യോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എമ്മിക്കുട്ടി, ദിസ് ഈസ് ഫോർ യു. Wow, ready. What's this? Look if you like it. Wow. What's this? Okay. Good? Yeah, nice. From India? Yes, from India. And I have like this. I don't know if you like. Oh yeah. I like. Don't lie. Size correct ആവണേ. Wow, correct. This is your pants, my pants. No, it's my pant. ഞാൻ വാങ്ങിച്ചു കൊടുത്ത പാൻ്റാണ് കേട്ടോ. ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്ത പാൻ്റാണ്. Wow, it's beautiful. Ugly. This ugly. No. My shoes. Now, good. Yeah, good. Yeah, it's very useful. Thank you. You throw this away. Throw. No. Okay. Yeah. എനിക്ക് വേണ്ടി എന്തോ എമ്മിക്കുട്ടി കാണിച്ചിട്ട് വന്നു. You saw this. I packed this to. I forgot where's country. പേനോ? This. Like. Oh no. I'm afraid. Oh. This. This problem in airport, no? No. No problem. Yeah, no problem. കത്തി കുത്തുന്ന പേനയാണ് കേട്ടോ എനിക്ക് കാണിച്ചിട്ട്. Good. And This very useful. You know why? Yeah. When I angry, I do this to you. Yeah. No. It's mine. ഞാൻ എമ്മിക്കുട്ടി തായ്ലൻഡിൽ എന്തോ ഭക്ഷണമൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഹോങ്കോങ് സിറ്റിയിലോട്ട് പോകും. അതാണ് പ്ലാന്. ഇവിടെ നട്ടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം, ഇവിടേക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഭാഗങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് അലിപേയോ വിചാറ്റ് പേയോ വിസ കാർഡൊക്കെ ഉണ്ടെങ്കിൽ പേ ചെയ്യാൻ പറ്റും. ഇവിടെ താണ്ടെ 2 ടിക്കറ്റ് എടുത്തു. എത്രയാ? Mecca. Very expensive. We walk. I'm so sad. I want to go home. Yeah. Okay, platform is ahead. Okay. Thank you. Let me see. $50 ഒരു എയർപോർട്ടിൽ നിന്ന്. Only one station. Only one station. Yeah. ഒരു സ്റ്റേഷൻ പോകുന്നതിന് $50. $50 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 600 രൂപയായി. മകനെ, ഹോങ്കോങ്ങിലോട്ട് വിസ ഓൺ അറൈവൽ, വിസ ഫ്രീ എന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് ഓടിക്കേറി ചാടി വരണ്ട. നാട്ടിൽ തന്നെ നിന്നോ, അതായിരിക്കും ബെറ്റർ. So sad. That way need a transfer. Transfer? Not the subway. Yeah. ഓ, ഇനി വേറെ സബ്വേയിലോട്ട് നമ്മൾ പോകണം. നമ്മളങ്ങനെ നമ്മുടെ ദിസ് ഈസ് MTN ട്രെയിൻ. I don't know. Let's go. I don't know. ഓക്കെ, ഇത് ഇവിടുത്തെ നമ്മുടെ മെട്രോ സംവിധാനമാണ്. നല്ല അടിപൊളി അത്യാധുനികമായിട്ടുള്ള. Only Only one station. one station? ഒറ്റ സ്റ്റേഷനേ നമുക്ക് പോകാനുള്ളൂ. എന്നിട്ട് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തിട്ട് കയറണം. ഇതാണ് കേട്ടോ, ഇവിടെ നമുക്ക് ചാർജിങ് പോയിന്റ് സംഭവങ്ങൾ, വൈഫൈ എല്ലാം ഉണ്ട് ഈ ഒരു കാണുന്ന സംഭവത്തിൽ തന്നെ. നല്ല കംഫർട്ടബിൾ കേട്ടോ, അടിപൊളിയായിട്ട് ഇരിക്കാം. വൗ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രെയിൻ, പബ്ലിക് സംവിധാനം. ഈ കാണുന്നതാണ് നമ്മുടെ ഹോങ്കോങ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൻ്റെ ഉൾഭാഗത്ത്. ഇങ്ങോട്ട് ട്രാൻസ്ഫർ. എനിക്ക് പോവേണ്ടത് എമിഗ്രേഷൻ ഭാഗത്തോട്ടാണ്, നേരെയാണ്. ഇവിടെ അവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ കാൻറ്റോണീസ് ഭാഷയാണ് കേട്ടോ. കാൻറ്റോണീസാണ് ഇവിടെ ഹോങ്കോങ്ങിലോട്ട് സംസാരിക്കുന്നത്. ഹോങ്കോങ്ങിലുള്ള ബിൽഡിങ്ങുകളെല്ലാം ഇതുപോലെയാണ് കേട്ടോ. അതായത് ഇത്ര ഇങ്ങനെ പൊക്കത്തിലുള്ള ബിൽഡിങ്ങുകളാണ് എല്ലാം തന്നെ. കണ്ടില്ലേ, സ്കൈ സ്ക്രാപ്പർ പോലെയാണ് കേട്ടോ. ഇവിടുത്തെ റീറ്റെയിൽ എല്ലാം പോയി. ഇവിടെ ഓരോ ഭാഗത്തായിട്ട് ഇമിഗ്രേഷന് അങ്ങോട്ട് മെയിൻലാൻഡ് മക്കാവോക്ക് പോകുന്ന വഴി. ഇവർ മെയിൻലാൻഡ് എന്നാണ് പറയുന്നത്. ചൈനയെ പറയുന്നത് മറ്റൊരു രാജ്യമല്ല, മെയിൻലാൻഡ്. കാരണം ഇത് പ്രൊവിൻസ് ആണല്ലോ, ചൈനയുടെ പ്രൊവിൻസ് ആയിട്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് മെയിൻലാൻഡ് എന്നാണ് ഇവർ പറയുന്നത്.
നമ്മൾ ഇനി എമിഗ്രേഷൻ കൗണ്ടർ നേരെയാണ് പോകുന്നത്. ഷാബി പൊക്കായ് യു പൊക്കായ് 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 Sabe, you still remember what? Oh, where's our ticket? What did you say? Shabi, say? Bunny. Panni. You panni. You bunny. പന്നി ഒന്നും ഇതുവരെ കേട്ട മറന്നിട്ടില്ല. Where's ticket? I don't know. I don't. ഞാൻ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് MTRയിൽ നിന്ന് ഇറങ്ങിയിട്ട് അബദ്ധം വെച്ചാൽ എൻ്റെ PAR എടുത്ത് അകത്തിട്ട് കേട്ടോ, വേസ്റ്റിൽ കളഞ്ഞു. പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നിട്ട് യെസ് 1 minute യെസ് യെസ് നമ്മൾ ഓരോ മെട്രോകളായിട്ട് മാറി മാറി കയറുവാണ്. നമ്മൾ ഹോട്ടലിലോട്ടാണ് ഇനി പോകേണ്ടത്. ഇതിപ്പോൾ 3ാമത്തെ മെട്രോയിലാണ് നമ്മൾ കയറിയിട്ടതാ ഇവിടെ എത്തുന്നത്. നമ്മൾ ഷിം സാസുയി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് നടക്കണമെന്ന് വന്ന് മാപ്പിൽ നോക്കുവാണ്. Yeah, I found. Let's go. ഹോങ്കോങ്ങിൽ വന്നപ്പോൾ പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓ ചൂടാണല്ലോ. അങ്ങനെ ആദ്യത്തെ എൻ്റെ ഹോങ്കോങ്ങിൻ്റെ മുഖച്ഛായ ഞാൻ കണ്ടു. മുഖച്ഛായ അല്ല, ഓ ഫുള്ള് പഴയ ബിൽഡിങ്. വാ, പഴയ ബിൽഡിങ് കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം. തിരക്കാന്ന് വെച്ചാൽ ഫുൾ ആളുകളും തിക്കും തിരക്കും. ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ ഹോങ്കോങ്ങിൻ്റെ കാഴ്ച. ഈ കാണുന്നതാണ് പഴയ ബിൽഡിങ്, കുറേ ബിൽഡിങ്. ഇതോ ആ കാണുന്നത് പഴയ ബിൽഡിങ്. ഇതെല്ലാം മിക്കതും പഴയ ബിൽഡിങ്ങുകളാണ്. ഹുവായ് പൂറ 80 അൾട്ര. അതേത് ഫോണാ? പുതിയതാണ് കേട്ടോ. എമ്മിക്കുട്ടി ഇവിടെ. ഓ ഇവിടെ എന്താ കൊലോൺ പാർക്ക്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ ഒരു മുസ്ലിം ദേവാലയമാണ്, മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇതെന്താണ്? ഓ ഇത് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എന്താണെന്ന് തോന്നുന്നു കേട്ടോ, അല്ലേ? ഓ ഇത് പ്രസ് ചെയ്തിട്ട് നമ്മൾ കളിച്ച ഗെയിം ഇട്ട് കേട്ടോ. ഹലോ, ഇത് കളിച്ചതോ? ഇത് കൊള്ളാമല്ലോ, ഗെയിം കളിക്കുന്ന സാധനം. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കളിച്ചോണ്ടിരിക്കാം. അടിപൊളി കേട്ടോ. ഇത് കളിച്ച് നമുക്ക് എന്തോ ജയിച്ചാൽ പ്രസ് ചെയ്തോണ്ടിരുന്ന ആ സംഭവം കിട്ടും, അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇത് ഓരോ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി അവരിങ്ങനെ വെച്ചിരിക്കാം. നോട്ടെ, ഇങ്ങനെ പ്രസ് ചെയ്ത് It's open. ഒന്നും വീഴുന്നില്ലല്ലോ. വെറുതെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും കേട്ടോ, ഒന്നും കറക്റ്റ് വീഴുന്നൊന്നുമില്ല. കൊള്ളാം കേട്ടോ. ഇവിടെ കുറെ പയ്യന്മാര് കളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഓ വി ക്യാൻ ഗെറ്റ്. Do you want? No, thank you. I want the ice. ഇവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ നമുക്ക് ആ ഒരു സംഭവം കിട്ടും. അങ്ങനത്തെ ഒരു ഇതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് This one. yes follow. Oh, and you can play the game. We already played. Just press this button and and then you will see this circle inside this green is mine. It's Yes, yours. yes. Oh. So good. ഞാൻ ഓൾറെഡി അവിടെ And you കളിച്ചായിരുന്നു. can try this apple. Okay, thank you. This for you. Oh. നമ്മൾ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ആക്കിയിട്ട് അതിൽ കളിച്ചിട്ട് അതിലൊന്ന് എടുത്തിടണം. അപ്പം നമുക്ക് ഈ സംഭവം കിട്ടും. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പള്ളിയാണ്. ജുമാ മുബാറക്ക്. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, ഞാൻ ലേറ്റായി. ഞാനിപ്പോഴാണ് താണ്ടെ പള്ളിയിലെത്തിയത്. പള്ളിയുടെ ഫ്രണ്ടിലും കുറച്ച് ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വിൽക്കാനാണെന്ന് തോന്നുന്നു. കൊലൂൺ മോസ്ക് ആൻഡ് ഇസ്ലാമിക് സെൻറ്റർ, അതാണ് കേട്ടോ ഇവിടുത്തെ പേര്. നമ്മളിനി നമ്മുടെ ഹോട്ടലിലോട്ട് പോകുന്നു. ഇതൊക്കെ നമ്മുടെ ദിസ് ഈസ് എ സെൻറ്റർ പാർട്ട്. ഓ മൈ ഗോഡ്, അവിടെ തിരക്ക് കണ്ടില്ലേ? അവിടെ ആളുകൾ ക്രോസ് ചെയ്യുന്നതിൻ്റെ തിരക്ക്. ഇത് കൊള്ളാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച കാട്ടി നോ ഗുഡ് ഫോർ യു. Cheers. Cheers. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളി. പൂച്ച
ഇവിടുത്തെ ഒരു പാർക്കൊക്കെയാണ് മനോഹരമായിട്ട് സൂക്ഷിച്ച് പരിപാലിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പാർക്കും, ആ പാർക്കിൽ ഫുള്ള് പച്ചപ്പ്, കറക്റ്റ് നമ്മുടെ കേരളത്തിലൊക്കെ വന്ന അതുപോലുള്ള ഒരു ഫീലുണ്ട് ഇവിടെ വന്നപ്പോൾ. അടിപൊളി. ഈ കാണുന്ന ഒരു ഏരിയ ഇവിടെ തന്നെ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. കുട്ടികളെയൊക്കെ വെച്ച് തന്നെ കുറേ ചിത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു തീം, ഒരു വാട്ടർ ഫൗണ്ടെയിന്, നല്ല രസമുണ്ട് കേട്ടോ. ഇന്ത്യൻ കുട്ടികളാണ് ആ കാണുന്നതെല്ലാം, കുറേ ഇന്ത്യൻ ഫാമിലീസ്. അതുകൊണ്ട് ഒരാൾ ചുരിദാർ വിട്ടു പോകുന്നു. ഇവിടുത്തെ പാർക്ക് തന്നെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു പാർക്ക് പോലും ഇല്ല. നല്ല രസമുണ്ട് കേട്ടോ. ആ കാണുന്ന ഭാഗത്തുള്ള ഫൗണ്ടെയിനൊക്കെ നല്ല രസമുണ്ട്. അങ്ങോട്ടും തന്നെ പൊക്കമുള്ള നല്ല ഫൗണ്ടെയിൻസ്. How many time you come Hong Kong? 1 hour. No. How many times you came Hong Kong? How much? How many times before? Maybe 5 or 6 or 7 or 10. I don't know. I don't know. എപ്പോഴും പറയാനായിട്ട് ആകെ അറിയാന്നുള്ളത് ഐ ഡോണ്ട് നോ. അത് മാത്രമാണ് നമ്മുടെ എമ്മിക്ക് അറിയാന്നുള്ളത്. ദിനോസർ പാർലറോ, അവിടെ എന്തൊരു ദിനോസർ പാർലർ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഹാങ് ഔട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നൊരു പ്രദേശമാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. അവിടെയാണ് നമ്മുടെ ഫൗണ്ടെയിൻ ഉള്ളത്. അടിപൊളി ഫൗണ്ടെയിൻ. വൈ ദിസ് ഇവിടെ നോക്കിക്കേ, മരങ്ങൾക്ക് ചുറ്റും അവരിങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതെന്തിനാന്തോ? Protect this tree. Protect. ഓ, ഈ മരങ്ങളൊക്കെ കാത്തു സംരക്ഷിക്കാനാണ് അവരുടെ ബിലീഫ് ആയതുകൊണ്ടാണോ എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. വാട്ട് എവർ, നമുക്ക് ഇനി മുന്നോട്ട് കിടക്കാം. ഹോട്ടലിലോട്ട് പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇവിടെയുള്ള പല മരങ്ങളിലും അതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് എല്ലാ മരങ്ങളിലും ഇവിടെയുള്ള മരം കണ്ടില്ലേ. എന്നിട്ട് ആ മരത്തിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കാടുകൾ കാണാൻ തന്നെ ഈ സൗണ്ട് ശ്രദ്ധിച്ച് നോക്കിയേ. ചീവീടിൻ്റെ സൗണ്ടാണ്. ഇവിടെ കുറേ അരയന്നോ അല്ലേ ഈ കാണുന്നത്. ഇതെന്തോ ആണ്, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. മാൻമെയ്ഡായിട്ടുള്ള ഒരു ചെറിയൊരു ലേക്ക് പോലെ അവർ പണിത് വച്ചിരിക്കുന്നു. അവിടെ കുറേ ഹംസങ്ങളും താറാവുകളും. സിറ്റിയുടെ നടുക്കായിട്ടുള്ള ഭാഗമാണ്. Let's go. Let's go. Bye. See you. Bye. See you. Emmy, see you. Emmy. Funny. You funny. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ എന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ തിരക്ക് നോക്കിക്കേ. ആളുകൾ വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന തിരക്കാണ് വൈകുന്നേര സമയങ്ങളിൽ. ഈ കാണുന്നത് നമ്മുടെ ബസ്സിന് മാത്രം പോകാനായിട്ടുള്ള റോഡ്. ഇത് നമ്മുടെ കാറുകൾക്കൊക്കെ. ഇവിടെ നമുക്ക് ബസ്സുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ബസ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ടാക്സി ഉണ്ടോ, എന്ത് മനോഹരമായിട്ടുള്ള ടാക്സി. ഇതാണ് ഇവിടുത്തെ ടാക്സി വണ്ടികൾ. അതോ ആ കാണുന്നതെല്ലാം ഇവിടുത്തെ ടാക്സി വണ്ടികളാണ്. ഇതോ പോകുന്നുണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ ഈ ടാക്സി വണ്ടികൾ കാണാനായിട്ട്. നമ്മുടെ ഹോട്ടൽ ദിസ് വൺ, ഈ കാണുന്നതാണ് ഹോട്ടൽ എന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല ഇവിടെ എവിടെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 40,000 രൂപയുടെ ഹോട്ടല്. ഇവിടെ ഹോട്ടൽ ആരുമില്ല, പക്ഷെ കയറിയപ്പോൾ നല്ല മണമുണ്ട്. ഇവിടെ ഫുൾ ആളുകളാണല്ലോ. ഇവിടെ ഫുൾ ആളുകൾ. എൻ്റെ അമ്മോ, ഇതാണ് നമ്മുടെ ലോബി. നമ്മൾ ഇതിലേ കൂടെ പോയിട്ട് നിൽക്കണം. നല്ല ആളുകളാണ്. ഇതാ നമ്മളിവിടെ ഒപ്പും സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. രജിസ്ട്രേഷന് വേണ്ടി പാസ്പോർട്ടും ID കാർഡൊക്കെ കൊടുത്തു. നമ്മൾ എലവേറ്ററിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ നമ്പർ ഉണ്ടല്ലേ, 1 2 3 4 5 6 7 8 22 23. ഇവിടെ സാധാരണ 50 നില കെട്ടിടങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. 40,000 രൂപയ്ക്ക് ഹോങ്കോങ്ങിൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഒരു കുടിസ് മുറി കിട്ടും. ഇതാണ് 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഹോങ്കോങ്ങിൽ കിട്ടാൻ പറ്റുന്ന റൂം. വേറെ ബിൽഡിങ്ങുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഇതായിട്ട് വരുന്നത്, കാഴ്ചകളായിട്ട് വരുന്നത്. വേറെ പുറത്തുള്ള താഴത്തുള്ള റോഡൊക്കെ കാണാൻ ഇവിടുന്നത്. ഇതാണ് കേട്ടോ. ഇവിടെ ഒരു ടേബിള്, ഒരു വെള്ളം, പിന്നെ ഇതെന്താ, what is this? For the smell? It's for air. Air, okay. Yeah. For the air purification വേണ്ടിയുള്ളത്. പിന്നെ വാഷ്റൂം ഞാൻ കാണിച്ചു തരാം.
വാഷ്റൂം വന്നിട്ട് വൃത്തിയുണ്ട്. എന്താണ്ടേ ഈ ചെറിയൊരു സ്ഥലത്തിനാണ് കേട്ടോ 40,000 രൂപ. ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഹോങ്കോങ്ങിൽ വിസ ഫ്രീ എന്ന് പറഞ്ഞ് കയറി വരരുത്, നല്ല എക്സ്പെൻസീവാണ്. ഞാൻ ഇന്നലെ അവിടെ ഇറങ്ങിയിട്ട് ചെന്നൈയിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ലപോലെ കുളിച്ചു പോലുമില്ല. എയർപോർട്ടിലല്ലേ ഇന്ന് ഉച്ചയ്ക്കല്ലേ എത്തിയത്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, വയ്യ. ഷാബി, Oh, no free water. It's not good. നോ ഫ്രീ വാട്ടർ. Yeah. വെള്ളം പോലും ഫ്രീ ആയിട്ടില്ല കേട്ടോ ഇവിടെ. I want to go home to take one. നമ്മൾ തൽക്കാലം വേറെ റൂമിലോട്ട് വന്നതാണ്. കാരണം അവിടുത്തെ വ്യൂ ഉൾവില്ലാത്തതുകൊണ്ട് വേറൊരു റൂം. വാവ്, ഇത് പിന്നെയും കൊള്ളാലോ. ഇവിടെ ഈ കാണുന്ന ഈ വ്യൂവിനുള്ള റൂമിന് നമ്മൾ വീണ്ടും ഒരു 8,000 രൂപ കൂടുതൽ കൊടുക്കണം. ഇത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം കേട്ടോ, പക്ഷെ അതിന് കൂടുതൽ പൈസ കൊടുക്കണം. ഇറ്റ്സ് ഓക്കെ, വിൽ മാനേജ്. നമ്മളങ്ങനെ ഹോട്ടൽ മാറി കിട്ടാത്തോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഷാബി, Okay. Where's my? ഹിലി ഒന്ന് ഫ്രഷ് ആവണോ? ഫ്രഷ് ആയിട്ട് I like this. Do you know? Why? Hey. I very like this. You want to try? Quickly. It's yours camera. It's not me. Go to your home in this. Okay, bye. I go take shower and come back. Go home. ഞാൻ ഇങ്ങനെ വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇനി പുറത്തോട്ട് പോകാനുള്ള ഒരു പ്ലാൻ. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട്. വിച്ച് പ്ലേസ്? നമ്മളിനി നല്ല വിശപ്പെട്ടോ. ഞാൻ ഇന്നലെ വൈകിട്ട് ചെന്നൈയിൽ നിന്ന് ഇറങ്ങിയതാണ്. ചെന്നൈയിൽ നിന്ന് രാത്രി കഴിച്ചു. പിന്നെ അതിനുശേഷം കൊറിയൻ ഫുഡ് കഴിച്ചായിരുന്നല്ലോ, അത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഇൻഡിഗോയിൽ ഒരു ഭക്ഷണം ഇല്ലായിരുന്നു, ആകെയുള്ള വെള്ളം മാത്രമാണ്. മാപ്പിന് വേണ്ടി കറങ്ങുന്നുണ്ടോ? ഗീമി നമ്മൾ പോവേണ്ടത് ഇങ്ങനെ നോക്കിയാൽ അവിടെ അങ്ങോട്ടാണല്ലോ. ഫോളോ മീ. നമ്മൾ അകത്തൂടെ തന്നെ പോണം. ഓപ്പൺ ഫോർ മീ. സ്ട്രൈറ്റ്. നമ്മൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. കം ഫോളോ മീ. യു കം ഫോളോ മീ. ഓക്കെ. നാവിഗേഷനൊക്കെ വളരെ പൂറാണ് എമ്മിയുടേത്. ഞാൻ പറഞ്ഞു എന്നെ ഫോളോ ചെയ്ത് വന്നാൽ മതിയെന്ന്. ഈ കാണുന്നത് നമ്മുടെ താഴത്തെ നിലയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ എങ്കിൽ മുകളിലായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. പക്ഷേ നമ്മൾ ഇങ്ങോട്ടുള്ള വ്യൂ അല്ല നമുക്കുള്ളത്, ഇങ്ങോട്ടുള്ള വ്യൂ ആണ്. അപ്പുറത്തെ വ്യൂ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ വേറെ മനോഹരമായിട്ടുള്ള ലേക്കും ഹാർബറൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ എല്ലാവരും വൈകുന്നേരം സ്കൂളല്ല ഓഫീസ് കഴിഞ്ഞ് പോകുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അച്ചടക്കമുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ടാക്സി. നല്ല രസമുള്ള ടാക്സികളാണ്. ഹോങ്കോങ്ങിലുള്ള ടാക്സികൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പഴയ ചുമന്ന കാറ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയും നല്ല തിരക്കാണല്ലോ. ഇതെന്തോ തായ്വാനീസ് കിച്ചണാണ്. എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ട്, പക്ഷെ ഫുള്ള് ഇവിടെ ആളുകളാണ്. നല്ല തിരക്കുമുണ്ട്. There's many people. Yeah, let's go. അങ്ങനെ കാത്തിരുന്നിട്ട് നമുക്ക് 2 പേർക്കുള്ള ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ അത്രയ്ക്ക് ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ക്യൂ നിന്നിട്ടാണ് ആളുകൾ കഴിക്കാൻ വേണ്ടി വരുന്നത്. എന്തൊക്കെ ഭക്ഷണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഹാൻഡ് ക്രഷ് ലെമൺ ടീ. ഒരു ലെമൺ ടീക്ക് ഉണ്ട് 450 രൂപ. പാൻറ് കീറും കേട്ടോ. ഇവിടെ വന്നാൽ നിക്കർ കീറും. ഓൾറെഡി എൻ്റെ നിക്കർ കുറച്ച് കീറി. 108.
ഗാലി Masala. മസാല Masala curry. മസാല കറി Masala curry. കാളി എന്ന് കറിയാണ് കേട്ടോ കാളി എന്ന് പറയുന്നത് നോട്ട് കാളി കറി Curry. കറി Curry. Curry. Okay. തായ്പേ സീ ഫുഡ് കറി ഇത് തായ്വാൻ ഭക്ഷണങ്ങളാണ് യു ക്യാൻ ചൂസ് പ്ലീസ് ചൂസ് 这个牛肉沙茶锅，然后还有那个有推荐的特色的，就是没有。 നമ്മുടെ ഭക്ഷണങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഭക്ഷണങ്ങൾ ഇത് നമ്മുടെ ബീഫ് സാച്ച ഹോട്ട് പോട്ട് എന്ന് പറയുന്ന ഒരു ഭക്ഷണമാണ് പിന്നെ ഇത് മഷ്റൂം പിന്നെ ഇത് നമ്മുടെ ഷ്രിമ്പ് നൂഡിൽസ് പിന്നെ അത് നമ്മുടെ തായ്പേ കറി എന്ന് പറയുന്ന ഒരു സംഭവമാണ് തായ്വാൻ്റെ ക്യാപിറ്റൽ ഇതിൻ്റെ വില കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഈ ഒരു മഷ്റൂമിന് മാത്രം ഇതിനൊരു 700 രൂപ വരും ഈ കാണുന്ന ഇതിന് 2100 രൂപയാണ് കേട്ടോ ഈ കാണുന്ന ഒരു കറിക്ക് 2100 രൂപ പിന്നെ നമ്മുടെ ഈ തായ്പയുടെ ഈ ഒരു സാധനമല്ലേ അതിന് വരുന്നത് 128 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 1500 രൂപയിൽ കൂടുതൽ വരും പിന്നെ ഈ കാണുന്ന ഒരു നമ്മുടെ ഷ്രിമ്പിന് ഏകദേശം 1200 രൂപ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് കോംപ്ലിമെൻ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു ബ്രെഡാണ് ഇവിടെ കാണുന്നത് ആദ്യം നമ്മുടെ റൈസും പിന്നെ നൂഡിൽസും ആണ് ആദ്യം കഴിക്കുന്നത് ഇതാണ് കേട്ടോ ഷ്രിമ്പാണ് കേട്ടോ ഷ്രിമ്പും നമ്മുടെ ഒരു കുഴപ്പമില്ല കേട്ടോ ഭക്ഷണം കൊള്ളാം ബാക്കിയൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല ഞാൻ നല്ല വിശത്തിരിക്കുവാണ് പിന്നെ ഇത് ഇത് കുറേ ഉണ്ടല്ലോ ഇറ്റ്സ് ടു മച്ച് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫുഡ് മെനി ഫുഡ് No, it's very small. It's very small in Hong Kong. ഓക്കെ Yeah. ഈ സാധനം Yeah. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കഴിക്കേണ്ട ഇങ്ങനെ മുക്കിയിട്ട് അടിപൊളി കേട്ടോ പിന്നെ ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അടിപൊളി സാധനം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഹോങ്കോങ്ങിൽ വരുന്നതിന് മുമ്പ് എന്നെ ഒരു മലയാളി മെസ്സേജ് ആയിരുന്നു ഒരു മലയാളി പെൺകുട്ടി അങ്ങനെ ഞാൻ മലയാളി പെൺകുട്ടി പാവം കേട്ടോ എന്നെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നീട് എനിക്ക് എംബസിയിൽ പോകണമായിരുന്നു ഇന്ന് ചൈനീസ് വിസ സെൻറ്റർ ലാസ്റ്റ് അവസാനം പോകാൻ പറ്റില്ല പിന്നെ ഞാൻ വൈകിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ പരിചയപ്പെടുത്തരാം ഹായ് ഇങ്ങോട്ട് വാ രേഷ്മ എന്താ പേര് ഇങ്ങോട്ട് വരച്ചു എന്റെ പേര് രേഷ്മ ഞാനിപ്പോ ഹോങ്കോങ്ങിലാണ് ജീവിക്കല്ല താമസിക്കണം ഓക്കെ പിന്നെ ഞാൻ ഇവിടെ ഒരു ക്യാബിൻ ക്രൂ ആണ് കാത്തെ പസഫിക്കില് ഓക്കെ അപ്പൊ മാഹിൻ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു ഹായ് അയച്ചപ്പോ എനിക്ക് റിപ്ലൈ തന്നു സെലിബ്രിറ്റി എനിക്ക് റിപ്ലൈ തന്നപ്പോ ഞാൻ കൂടെ വന്നു ഓക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പിന്നെ മലയാളം സംസാരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നു പെട്ടിക്കിടക്ക് അങ്ങനെ ഒരു മലയാളിയെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഹോങ്കോങ്ങിൽ എന്തായാലും മലയാളികൾ കാണും പക്ഷേ എനിക്ക് പരിചയമുള്ള മലയാളികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ഹാർബറിലൊക്കെ പോയിട്ട് ലൈറ്റ് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഹോങ്കോങ്ങിൻ്റെ മെയിൻലാൻഡ് ഈ കാണുന്ന ഭാഗമാണെങ്കിൽ ഹോങ്കോങ് ഐലൻഡ് അറിയപ്പെടുന്ന ഒരു ഐലൻഡാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഫിനാൻഷ്യൽ ബിൽഡിംഗ് എന്തായിരുന്നു ഫിനാൻഷ്യൽ സെൻറ്റർ ബിൽഡിംഗ് ആണ് നമ്മളെ മുന്നിലായിട്ട് ഇവിടെ കാണുന്നത് പിന്നെ അവിടെ ഒരു ഒബ്സർവേറ്ററി ഒരു ജയൻ ഒബ്സർവേഷൻ വീല് നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ കറക്റ്റ് ഒരു ഷെങ്കായൊക്കെ എത്തിയുള്ള ഒരു ഫീല് ഷെങ്കായുടെ അത്ര ഇല്ലെങ്കിലും അടിപൊളി കേട്ടോ ഇങ്ങനതാ കാണുന്നത് നമ്മുടെ പാനസോണിക്കിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു പാനസോണിക്കിൻ്റെ ബിൽഡിങ് കൊള്ളാം കേട്ടോ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ ഫുള്ള് ഈ കാണുന്നത് നമ്മുടെ പഴയ കാൻഡോൺ ഒരു റെയിൽവേ ക്ലോക്ക് ടവർ ആണ് കേട്ടോ കറക്റ്റ് നമ്മുടെ UK നമ്മുടെ ബിഗ് ബെന്നിനെ പോലെ തോന്നിക്കുന്ന ഒരു ചെറിയൊരു ടവറാണ്
ഇവിടെ സമയം 10 മണിയാകുമ്പോൾ തന്നെ ഇവരെല്ലാ പരിപാടിയും കടകളൊക്കെ അടയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വി ഹാവ് ടു ബൈ വാട്ടർ. Yeah. വാട്ടർ. Yeah, but it's very heavy. I want. ഓക്കെ വി ബൈ ഫ്രം ദ. ഇവിടെ 7-Eleven ഉണ്ട് കേട്ടോ. നമ്മുടെ തായ് ഒരു ചെയിനാണ് 7-Eleven. 7-Eleven നിന്ന് നമുക്ക് സിം കാർഡുകൾ നമുക്ക് ഇവിടെ വാങ്ങാനും സംഭവങ്ങളൊക്കെ ആയിട്ട് സംഭവിക്കും. അങ്ങനെ നമ്മുടെ എയർ ഹോസ്റ്റസ് കാരി പെട്ടെന്ന് പോകേണ്ട ബസ് ഇപ്പം പോവും. ഓ ഭാഗ്യത്തിന് ബസ് കിട്ടി കേട്ടോ. You go with her. I go. Okay. Sleep. Back. Go. Bye.